ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വയസ്സായ അപ്പൂപ്പൻ ജിന്നിനെ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്നാണ് ആദ്യം കാണിക്കുന്നത്. ഓണർ അപ്പൂപ്പൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഓണർ അപ്പൂപ്പന്റെ കൂടെ ജിന്നിനെ കണ്ടതായി ഇപ്പോൾ വയസ്സായ അപ്പൂപ്പൻ ഓർക്കുന്നു. രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് നടക്കുന്നതാണ് വയസ്സായ അപ്പൂപ്പൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. ഇനി പ്രസന്റ് ആണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ജയയുടെ കരാട്ടെ ക്ലാസ് ആണ്. കുട്ടികളുടെ നിർബന്ധപ്രകാരം ജയ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നു. മാസ്റ്റർ, ഈ ഫ്ലൈയിങ് കിക്കുകൾ ഏതെങ്കിലും വില്ലന്മാരുടെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു കുട്ടി ചോദിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ജയ് ഓർക്കുന്നത്. ക്ലാസിന്റെ ഇടയിലായിരുന്നു റോഡിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന മിറയുടെ അച്ഛനെയും അമ്മയും ജയ് കാണുന്നത്. മിറയുടെ അച്ഛൻ ഒരു പൂവാലനാണെന്നും മിറയുടെ അമ്മയെ ശല്യം ചെയ്യുകയാണെന്നുമായിരുന്നു ജയ് വിചാരിച്ചത്. ഇത് പെട്ടെന്ന് ഓർത്ത ജയ് കുട്ടികളെ ചിരിച്ചു മാത്രം കാണിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ജയ് പ്ലസ് സ്മാർട്ട് ആണ്. രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കാണ്. എന്തെങ്കിലും ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് മിറ കൊളീഗിനോട് ചോദിക്കുന്നു. എന്നാൽ ഇവന്റ് കാരണമല്ലായിരുന്നു, ജയ് കാരണമായിരുന്നു അവിടെ അത്രയും തിരക്ക്. പെൺകുട്ടികളെല്ലാം ജയയുടെ പുറകെ തന്നെയായിരുന്നു. ജയ് ഒരു കരാട്ട ക്ലാസ് നടത്തുന്നെന്നും 28 വയസ്സുണ്ടെന്നും കൊളീഗ് പറയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് മിറ ചോദിക്കുമ്പോൾ നീ കാരണമാണെന്ന് കൊളീഗ് മറുപടി പറയുന്നു. എന്താണ് കൊളീഗ് പറയുന്നതെന്ന് മനസ്സിലാകാതെ മിറ നിന്നു. കൊളീഗ് വിശദമായി പറഞ്ഞു. അന്ന് മിറ തല കറങ്ങി വീണപ്പോ മിറയെ എടുത്തായിരുന്നു ജയ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതും തോളത്ത് കിടത്തി. അത് കണ്ട് എല്ലാവരും ജയയുടെ ഫാനായി മാറി. മിറയെ കണ്ട ജയ് മിറയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ മിറ ജയന്റെ കൈ പിടിച്ച് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി. സ്റ്റോർ റൂമിൽ എത്തിയ മിറ ജയനെ ചുമരിൽ ചേർത്ത് നിർത്തി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം നടന്നതൊന്നും മാർട്ടിൽ ആരോടും പറയരുത്. അങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഇവിടെ പടർന്നാൽ ഹെഡ് ഓഫീസിന്റെ അധികാരികളോട് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പിരിച്ചുവിടുമെന്ന് മിറ ജയനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ മിറയ്ക്ക് അത്രയ്ക്കുള്ള പവർ ഒന്നുമില്ലായിരുന്നു. അത് ജയ്ക്കും അറിയാം. താൻ കഴിഞ്ഞ ദിവസം സംഭവിച്ചതിനെ കുറിച്ചല്ല പറയാൻ വന്നതെന്ന് ജയ് പറയുന്നു. മിറ ജയയുടെ ദേഹത്ത് നിന്നും കൈയെടുക്കുന്നു. മിറയുടെ അച്ഛനെ അടിച്ചതിന് മിറയോട് സോറി പറയാനായിരുന്നു ജയ് വന്നത്. ജയ് സോറി പറയുന്നു. എന്നാൽ സോറി ഒന്നും വേണ്ടാന്നും ആ കിക്കിൽ താൻ സാറ്റിസ്ഫൈഡ് ആയെന്നും മിറ പറയുന്നു. ഈ പെണ്ണെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് ജയ് അന്തം വിട്ടു നിൽക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ മിറയുടെ അമ്മയാണ് കാണിക്കുന്നത്. മിറയുടെ അമ്മ വീട് മാറുന്നില്ല എന്ന് തീരുമാനിച്ചു. ജോലി കഴിഞ്ഞ് വന്ന മിറയോട് അമ്മ അത് സംസാരിക്കുന്നു. എന്നാൽ മിറ അത് സമ്മതിക്കുന്നില്ല. അച്ഛൻ മേടിച്ച് ഈ വില്ലയിൽ താമസിക്കാനാണോ അമ്മയുടെ ഉദ്ദേശം എന്ന് മിറ തിരക്കുന്നു. എന്നാൽ അച്ഛൻ കാരണമൊന്നുമല്ല താൻ ഈ തീരുമാനം എടുത്തതെന്നും ഒരു ലോണും കൂടെ എടുത്ത് നിന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണെന്നും മിറയുടെ അമ്മ പറയുന്നു. ഇപ്പോൾ താമസിക്കുന്ന ഈ വീടിന്റെ ഡെപ്പോസിറ്റ് തുക അടച്ചത് ലോൺ എടുത്തിട്ടാണ്. ആ ലോൺ പോലും ഇതുവരെ ക്ലോസ് ചെയ്തില്ല. അതിനു മുന്നേ തന്നെ ഇനി അടുത്തൊരു ലോൺ കൂടി എടുക്കണ്ട എന്ന് അമ്മ പറയുന്നു. നെയ്ബേഴ്സ് ഒക്കെ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത് എന്നറിയാവോ എന്ന് മിറ അമ്മയോട് ചോദിക്കുന്നു. എന്നാൽ അവർ എന്ത് പറഞ്ഞാലും തനിക്ക് ഭയമില്ലെന്നും പൈസയാണ് തന്നെ ഭയപ്പെടുത്തുന്നതെന്നും അമ്മ പറയുന്നു. തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്നും ഇവിടെ തന്നെ താമസിക്കുമെന്നും മിറയുടെ അമ്മ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ അച്ഛന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുന്ന മിറയാണ് കാണിക്കുന്നത്. അമ്മ ഇവിടെ താമസിക്കാൻ തയ്യാറായോ എന്ന് മിറയുടെ അച്ഛൻ മിറയോട് ചോദിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് മിറ തിരിച്ചു ചോദിക്കുന്നു. എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ താമസിക്കുന്നതെന്ന് മിറയുടെ അച്ഛൻ മറുപടി പറയുന്നു. നിങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചിട്ടില്ലേ, എന്താ അവരൊന്നും നിങ്ങളുടെ കൂടെ താമസിക്കാൻ തയ്യാറായില്ലേ എന്ന് മിറ ചോദിക്കുന്നു. എന്റെ ഫാമിലി രജിസ്റ്റർ കാണണോ എന്ന് മിറയുടെ അച്ഛൻ തിരക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമില്ലേ എന്ന് മിറ തിരക്കുന്നു. ഞാൻ എന്റെ ഹെൽത്ത് റിപ്പോർട്ട് കാണിക്കാമെന്ന് മിറയുടെ അച്ഛൻ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലേ എന്ന് മിറ തിരക്കുന്നു. എന്നാൽ അതിന് മാത്രം ജിൻ മറുപടി നൽകുന്നില്ല. പകരം എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ താമസിക്കണമെന്ന് മാത്രം ജിൻ മറുപടി പറയുന്നു. അത് നടക്കില്ല എന്ന് മിറ പറയുമ്പോൾ എന്നാൽ നമുക്കൊരു ബെറ്റ് വെക്കാമെന്ന് മിറയുടെ അച്ഛൻ പറയുന്നു. മിറയുടെ അച്ഛൻ തന്നെ അവിടെ കിടന്നൊരു നോട്ടീസിന്റെ പുറകിൽ എഴുതാൻ തുടങ്ങി. മിറയുടെ അമ്മയുമായിട്ട് എനിക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ജിൻ മിറയോട് തിരക്കുന്നു. 11 വർഷത്തെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ വില്ല തന്നെ തന്റെ പേരിൽ എഴുതി തരണമെന്ന് മിറ പറയുന്നു. മിറയുടെ അച്ഛനും അതിനെ സമ്മതിക്കുന്നു. ജിൻ അതെല്ലാം അവിടെ കിടന്ന ആ പേപ്പറിൽ എഴുതുന്നു. മിറയുടെ അമ്മയുമായിട്ട് എനിക്ക് ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്റെ ഓണർഷിപ്പ് മിറയ്ക്ക് വിട്ടു നൽകും എന്നതായിരുന്നു അതിലെഴുതിയത്. അതിൽ ജിന്നും മിറയും ഒപ്പുവെച്ചു. മിറയുടെ അമ്മയെ തനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മിറയും മിറയുടെ സഹോദരനും കൂടെ തനിക്ക് കിട്ടില്ലേ എന്ന് അച്ഛൻ തിരക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളാൻ മിറ മറുപടി നൽകുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡിന്റെ കടയിലേക്ക് നമ്മുടെ വയസ്സായ അപ്പൂപ്പൻ എത്തുന്നതാണ്. തന്റെ ഡോറിന് ഒരു ലോക്ക് മേടിക്കാനായിരുന്നു വയസ്സായ അപ്പൂപ്പൻ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡിന്റെ കടയിലേക്ക് എത്തിയത്. ആര് ശ്രമിച്ചാലും തുറക്കാൻ പറ്റാത്ത ഒരു ലോക്കായിരുന്നു വയസ്സായ അപ്പൂപ്പന് വേണ്ടത്. എന്നാൽ ഇതെല്ലാം നോക്കേണ്ടത് ലാൻഡ് ലോഡിന്റെ ഉത്തരവാദിത്വമാണെന്നും ലാൻഡ് ലോഡിനോട് സംസാരിക്കാമെന്നും പറയുന്നു. ആ സമയത്താണ് നമ്മുടെ ജിൻ കടയുടെ മുന്നിൽ കൂടെ പോകുന്നത്. ജിന്നിനെ കണ്ട നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് ജിന്നിന്റെ അടുത്തേക്ക് വന്ന കാര്യം പറയുന്നു. അവർ തിരിച്ചു വന്ന അപ്പൂപ്പനെ നോക്കുമ്പോൾ അപ്പൂപ്പൻ അവിടെ കാണുന്നില്ല. ജിന്നിനെ പേടിച്ച് അപ്പൂപ്പൻ മാറി ഒളിച്ചു നിൽക്കുന്നു. ഒരിക്കൽ മരിച്ചുപോയ ഓണർ അപ്പൂപ്പന്റെ കൂടെ ജിന്നിനെ കണ്ടതായി ഓർത്തെടുത്ത വയസ്സായ അപ്പൂപ്പന് ഓണർ അപ്പൂപ്പന്റെ മരണത്തിന് എന്തോ ഒരു പങ്ക് ജിന്നിനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ജിന്നിനെ കാണുമ്പോൾ അപ്പൂപ്പൻ പേടിക്കുന്നതും ഒളിച്ചു നിൽക്കുന്നതും കൂടാതെ തന്റെ ഡോറിന് പുതിയൊരു ലോക്ക് വെക്കാൻ ശ്രമിക്കുന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് മിറയെയും ജിന്നിനെയുമാണ്. കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസിന്റെ പുറകിൽ
പുറകിൽ എഴുതി ഒപ്പുവെച്ച കുറെ കാര്യങ്ങളില്ലായിരുന്നു. അത് ലീഗലാക്കി സീലൊക്കെ ചെയ്തായിരുന്നു മിറയുടെ അച്ഛൻ വന്നിരുന്നത്. അത് മിറയ്ക്ക് നൽകി. മിറ ഈ മാസത്തെ റെന്റും ജിന്നിന് നൽകി. മിറയുടെ അച്ഛനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടാക്സ് അക്കൗണ്ടന്റിനെയാണ് അടുത്തതായി കാണിക്കുന്നത്. നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മിറയുടെ അച്ഛനോട് ടാക്സ് അക്കൗണ്ടന്റ് വഴക്ക് പറയുന്നു. പൈസ കാണിച്ചല്ല സ്നേഹം വിലക്ക് എടുക്കേണ്ടതെന്നും നിങ്ങൾ രണ്ടും എന്താണ് ഈ ചെയ്തു കൂട്ടുന്നതെന്നും ചോദിച്ച് ടാക്സ് അക്കൗണ്ടന്റ് ദേഷ്യപ്പെടുന്നു. എന്നാൽ തനിക്ക് തന്റെ അഭിമാനമാണ് വലുതെന്നും ഇത് തിരുത്താൻ തയ്യാറല്ല എന്നും മിറയുടെ അച്ഛൻ പറയുന്നു. തിരുത്താൻ ശ്രമിച്ചത് നമ്മുടെ ടാക്സ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ നമ്മുടെ മിറയുടെ അച്ഛൻ പിടിച്ചു മേടിക്കുന്നു. തനിക്ക് ഇതിനൊരു അവസാനം കാണണമെന്ന് മിറയുടെ അച്ഛൻ ചിന്തിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ വയസ്സായ അപ്പൂപ്പനെയാണ് കാണിക്കുന്നത്. ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പുതിയ ഡോർ ലോക്ക് വെക്കാൻ നമ്മുടെ വയസ്സായ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് എത്തുന്നു. വയസ്സായ അപ്പൂപ്പൻ പേടിച്ചാണ് ഡോറിന്റെ അവിടെ വരെ നോക്കുന്നത്. ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് ആണെന്ന് അറിഞ്ഞതും നമ്മുടെ വയസ്സായ അപ്പൂപ്പൻ ഡോർ തുറക്കുന്നു. വാതിൽ തുറന്ന അപ്പൂപ്പൻ എത്രയായെന്ന് തിരക്കുമ്പോഴാണ് അത് ഓൾറെഡി നമ്മുടെ ജിന്ന് പേ ചെയ്ത കാര്യം ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറയുന്നത്. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ജിന്നിനെ വയസ്സായ അപ്പൂപ്പൻ കാണുന്നത്. ടൂൾ ബോക്സ് എടുക്കാൻ മറന്നെന്നും പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് താഴേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വയസ്സായ അപ്പൂപ്പനും ജിന്നും മാത്രമേ അവിടെ ഉള്ളായിരുന്നു. വയസ്സായ അപ്പൂപ്പൻ നന്നായി പേടിക്കുന്നു. ജിൻ വീടിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വയസ്സായ അപ്പൂപ്പൻ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. പേടിച്ചോടിയ അപ്പൂപ്പൻ കൊച്ചുപയ്യന്റെ ഷോപ്പിലേക്കാണ് എത്തിയത്. അവിടെ നമ്മുടെ വില്ലയിൽ താമസിക്കുന്ന മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. പേടിച്ചുപോയ അപ്പൂപ്പനെ കൊച്ചുപയ്യൻ സമാധാനിക്കാൻ ശ്രമിക്കുന്നു. അപ്പൂപ്പനെ പ്രൊട്ടക്ട് ചെയ്തോളാമെന്നും എന്താണ് പേടിക്കാനുള്ള കാരണമെന്നും ഒക്കെ നമ്മുടെ കൊച്ചുപയ്യൻ തിരക്കുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ പുതിയ ലാൻഡ് ലോഡിന് എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ശരിയാണെന്ന് തനിക്ക് തോന്നുന്നു എന്ന് വയസ്സായ അപ്പൂപ്പൻ പറയുന്നു. ഓണർ അപ്പൂപ്പൻ മരിക്കുന്നതിന്റെ തലേ ദിവസം താൻ ജിന്നിനെ അപ്പൂപ്പന്റെ കൂടെ കണ്ടതായി വയസ്സായ അപ്പൂപ്പൻ പറയുന്നു. വയസ്സായ അപ്പൂപ്പനെ എല്ലാവരും പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിടുന്നു. എന്നാൽ നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡിന് മാത്രം അത് വിശ്വസിക്കാനായില്ല. പുള്ളിക്ക് പണ്ട് മുതലേ തന്നെ ജിന്നിനെ അറിയാമായിരുന്നു. ജിൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറയുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊന്നും അത് വിശ്വസിക്കുന്നില്ല. പുതിയ ലാൻഡ് ലോഡും പഴയ ലാൻഡ് ലോഡും എന്തിനാണ് സംസാരിക്കുന്നത്? അവർക്ക് അറിയാമെങ്കിൽ തന്നെ എന്തുകൊണ്ടായിരിക്കും ജിൻ അതിനെ കുറിച്ചൊന്നും നമ്മളോട് പറയാതിരുന്നത്? സസ്പീഷ്യസ് ആയി നമ്മുടെ വില്ലയിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടു എന്ന് തിരക്കുന്നു. ഓണർ അപ്പൂപ്പൻ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് റൂമിലാണ് നമ്മുടെ സുന്ദരി ആന്റി താമസിക്കുന്നത്. അതുകൊണ്ട് സുന്ദരി ആന്റിയോട് ചോദിക്കാമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. സുന്ദരി ആന്റിയെ വിളിച്ച് കാര്യം തിരക്കുന്നു. എന്നാൽ തനിക്ക് അങ്ങനെ സസ്പീഷ്യസ് ആയി ഒന്നും തോന്നിയില്ല എന്നും സുന്ദരി ആന്റി മറുപടി നൽകുന്നു. എന്നാൽ ഒരു ദിവസം വാതിൽ അടയ്ക്കുന്നതിന്റെ ശബ്ദവും ഒരു യങ് മാനിന്റെ ശബ്ദവും കേട്ടതായി സുന്ദരി ആന്റി പറയുന്നു. അത് ഏത് ദിവസമാണ് കേട്ടതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ബാക്കിയുള്ളവർ തിരക്കുന്നു. ആ ആക്സിഡന്റ് നടന്നതിന്റെ തലേന്നാണോ ആ ശബ്ദം കേട്ടതെന്ന് എല്ലാവരും ചോദിക്കുന്നു. ആണെന്ന് ആന്റി മറുപടി നൽകുന്നു. കോള് കട്ട് ചെയ്തതിനു ശേഷം കൊച്ചുപയ്യൻ ഒരു കാര്യം പറയുന്നു. ഒരിക്കൽ ജോഗിംഗ് ചെയ്യുന്നതിനിടെ കൊച്ചുപയ്യൻ നമ്മുടെ ജിന്നിനെ കാണുന്നു. ജിൻ ഭയങ്കര സാഹസികമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായി കൊച്ചുപയ്യൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ജിന്നിനെ സസ്പീഷ്യസ് ആയി കണ്ട കാര്യങ്ങൾ പറയുന്നു. അടുത്തതായി നമ്മുടെ ഗ്രാൻഡ്മയാണ് പറയുന്നത്. ഒരിക്കൽ ഗ്രാൻഡ്മയുടെ കൊച്ചുമകനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ ജിന്നിനെ കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ജിൻ നേരെ ഒരു റെസ്റ്റോറന്റിൽ കയറിയ കാര്യം ഗ്രാൻഡ്മ പറയുന്നു. എന്നാൽ ആ റെസ്റ്റോറന്റിൽ നല്ല ഫുഡ് കിട്ടുന്നത് കൊണ്ടാണ് ജിൻ ആ റെസ്റ്റോറന്റിൽ കയറിയതെന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറയുന്നു. പക്ഷെ എന്തിനായിരിക്കും പോലീസ് സ്റ്റേഷനിൽ കയറിയത്? അതൊരു സസ്പീഷ്യസ് കാര്യമല്ലേ എന്ന് നമ്മുടെ ഗ്രാൻഡ്മ തിരക്കുന്നു. പിന്നീട് നമ്മുടെ കണ്ണാടി അങ്കിളാണ് കാര്യം പറയുന്നത്. ഒരിക്കൽ ഡ്രസ്സ് ഉണക്കാൻ താൻ റൂഫ് ടോപ്പിൽ പോയ സമയം അവിടെ എന്തൊക്കെയോ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നിനെ നമ്മുടെ കണ്ണാടി അങ്കിൾ കാണുന്നു. എന്താണ് കത്തിക്കുന്നതെന്ന് ജിന്നിനോട് കണ്ണാടി അങ്കിൾ തിരക്കുമ്പോൾ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളാണെന്നും പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യം ഇപ്പോൾ എല്ലാവരോടും പറയുന്നു. ആ സമയം തന്നെ കണ്ണാടി അങ്കിൾ 2 തീപ്പെട്ടിക്കൊള്ളി കാണിക്കുന്നു. അപ്പൊ തുണി ഉണക്കാൻ പോയ നിങ്ങൾ ഈ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടാണോ തിരിച്ചു വരുന്നതെന്ന് നമ്മുടെ കണ്ണാടി അങ്കിളിന്റെ ഭാര്യ ചോദിക്കുന്നു. എന്നാൽ താൻ അത് അന്നെടുത്തതല്ലെന്നും ഫയർ ആക്സിഡന്റ് നടന്ന ദിവസം തനിക്ക് വില്ലയുടെ ഫ്ലവർ ബെഡിൽ നിന്നും കിട്ടിയതാണെന്നും പറയുന്നു. അത് കണ്ണാടി അങ്കിൾ ഒരു എവിഡൻസ് ആയി എടുത്തു വെച്ചിരിക്കുന്നു. നമ്മുടെ വില്ലയിൽ ആരും തന്നെ തീപ്പെട്ടി ഉപയോഗിക്കുന്നില്ല എന്നും ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ എന്നും തിരക്കുന്നു. ഇത് ജിൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ്മ ഞെട്ടിക്കൊണ്ടൊരു കാര്യം പറയുന്നത്. നമ്മുടെ ഓണർ അപ്പൂപ്പൻ ഒരിക്കൽ ഗ്രാൻഡ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ വില്ല വിൽക്കുന്നില്ല എന്ന്. അതുകൊണ്ടായിരിക്കാം ജിൻ ഓണർ അപ്പൂപ്പന്റെ മുറുക്കി തീയിട്ട് ഓണർ അപ്പൂപ്പനെ കൊന്നത് എന്നെല്ലാവരും വിശ്വസിക്കുന്നു. എല്ലാവരും ഞെട്ടി നിലവിളിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ മിറയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. മിറയുടെ അമ്മയെ കണ്ട് എല്ലാവരും വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞ് മിറയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നു. ഡൈവോഴ്സ് ആയെങ്കിലും ഇപ്പോഴും അവരൊരു ഫാമിലി തന്നെയാണ്. അവർക്ക് കുട്ടികളും ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും അവർ ജിന്നിന്റെ ഭാഗത്ത് തന്നെയായിരിക്കും നിൽക്കുന്നതെന്ന് കണ്ണാടി അങ്കിൾ പറയുന്നു. ഇപ്പോൾ നമുക്ക് സാഹചര്യ തെളിവുകൾ മാത്രമാണ് ലഭിച്ചതെന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് വരെ എല്ലാവരും വാ അടച്ചിരിക്കണമെന്നും കണ്ണാടി അങ്കിൾ പറയുന്നു. അടുത്ത സീനിൽ എല്ലാവരുടെയും അപ്പാർട്ട്മെന്റിൽ റൈസ് കേക്കുമായി എത്തുന്ന നമ്മുടെ മിറയുടെ സഹോദരനെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഭയന്നായിരുന്നു റൈസ് കേക്ക് മേടിക്കുന്നത്. ആ സമയം മിറയുടെ അച്ഛൻ മിറയുടെ അമ്മയ്ക്ക് റൈസ് കേക്ക് കൊടുക്കാൻ
പോയി. മിറയുടെ അമ്മയുടെ ഫേവറേറ്റ് റൈസ് കേക്ക് ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു അച്ഛൻ മിറയുടെ അമ്മയ്ക്ക് റൈസ് കേക്ക് മേടിച്ചു നൽകിയത്. മിറയുടെ അമ്മയുടെ മുഖത്ത് നോക്കി നീ എത്ര പ്രായമായില്ലെന്നും ഇപ്പോഴും പ്രിറ്റിയാണെന്നും മിറയുടെ അച്ഛൻ പറയുന്നു. അതേപോലെ തന്നെ ഈ വീട് മാറാഞ്ഞതിന് താങ്ക്സ് എന്നും മിറയുടെ അച്ഛൻ പറയുന്നു. എന്നാൽ നിങ്ങൾ കാരണമല്ല ഞങ്ങൾ വീട് മാറാഞ്ഞതെന്നും പൈസ ഓർത്താണെന്നും മിറയുടെ അമ്മ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിന്റെ മുന്നിൽ നിൽക്കുന്ന മിറയാണ് അടുത്തതായി നമ്മൾ കാണുന്നത്. തന്റെ കൊളീഗിന് വേണ്ടി ലിഫ്റ്റിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് മിറ. പെട്ടെന്നാണ് ലിഫ്റ്റ് തുറക്കുന്നതും അതിൽ നിന്നൊരൊച്ച കേൾക്കുന്നതും. അതിൽ കമ്പനിയുടെ സിഇഒയും ജെയും ആണ് ഉണ്ടായിരുന്നത്. സിഇഒ ചൂടായപ്പോൾ ജെ അച്ഛ എന്ന് ഉറക്കെ വിളിച്ചു. ലിഫ്റ്റ് തുറന്നപ്പോൾ തന്നെയായിരുന്നു ജെ അച്ഛ എന്ന് ഉറക്കെ വിളിച്ചതും. അതുകൊണ്ട് തന്നെ മിറ അത് കേൾക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന നമ്മുടെ ജെ ആ കമ്പനിയിലെ സിഇഒയുടെ മകനാണെന്ന്. സിഇഒയുടെ മകൻ ആരാണെന്ന് അറിയാൻ വേണ്ടി കൊളീഗ് ഓടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ജെയും സിഇഒയും കൂടെ മിറ ലിഫ്റ്റിലേക്ക് വലിച്ചു കയറ്റി. അതുകൊണ്ട് തന്നെ സിഇഒയുടെ മകൻ ആരാണെന്ന് മറ്റാരും അറിഞ്ഞില്ല. ലിഫ്റ്റിൽ നിന്നും ആരും ഒന്നും സംസാരിക്കാതെ നിന്നു. ആ സമയം സിഇഒ എന്തോ സംസാരിക്കാൻ വന്നപ്പോഴേക്കും അടുത്ത ഫ്ലോറിലെത്തി ലിഫ്റ്റ് തുറക്കുകയും ആ ഫ്ലോറിലേക്ക് മിറ ഇറങ്ങുകയും ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജെയെ സിഇഒ വിളിക്കുന്നു. മിറ ഒന്നും സംസാരിക്കാതെ നോക്കണോ എന്ന് പറയാനാണ് സിഇഒ വിളിച്ചത്. ശരി എന്ന് പറഞ്ഞ് ജെ കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ കാണുന്നത് റൈസ് കേക്ക് കൊടുക്കാനായി സുന്ദരി ആന്റിയുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്ന മിറയുടെ സഹോദരനെയാണ്. ഇതുവരെയായിട്ട് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആന്റി മിറയുടെ സഹോദരനോട് പറയുന്നു. അതിനെന്താ ഇപ്പൊ തന്നെ കാണാമല്ലോ, അച്ഛനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് മിറയുടെ സഹോദരൻ അച്ഛനെ വിളിക്കുന്നു. അച്ഛൻ ആന്റിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തങ്ങളൊക്കെ ഒരു ഫാമിലി ആയിട്ടാണ് കഴിഞ്ഞതെന്ന് മിറയുടെ സഹോദരൻ അച്ഛനോട് പറയുന്നു. ഞങ്ങൾ ഇന്ന് പുറത്തു പോയി കഴിക്കുകയാണെന്നും പറഞ്ഞ് മിറയുടെ സഹോദരൻ അച്ഛനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ആന്റിയുടെ മുഖത്ത് നമുക്കൊരു ഭയം കാണാം. ജിന്നിനെ ഇവിടെ വെച്ചോ പരിചയമുള്ള പോലുള്ള ഒരു ഭയം. ജിന്നിന്റെ മുഖത്തു നിന്നും എന്തോ ഒളിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അങ്ങനെ നമ്മുടെ മിറയുടെ അച്ഛനും സഹോദരനും കൂടെ ഫുഡ് കഴിക്കാൻ എത്തുന്നു. പണ്ട് അവർ സ്നാക്സ് ബാർ തുടങ്ങിയിരുന്ന ഒരു കടയില്ലേ, ആ കടയുടെ ഓപ്പോസിറ്റ് കടയിലാണ് അവർ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതെന്തോ ഒരു ലക്കി കടയാണെന്നും അവിടെ എന്ത് തുടങ്ങിയാലും അത് ലാഭമായി തീരുമെന്നും അനിയൻ പറയുന്നു. നീ എലിമെന്ററി സ്കൂളിലല്ലായിരുന്നു ആ സമയം എന്ന് അച്ഛൻ തിരക്കുന്നു. ആണെന്നും അതുകൊണ്ട് തന്നെ തനിക്കൊന്നും അധികം ഓർമ്മയില്ലെന്നും അനിയൻ പറയുന്നു. ഇപ്പോഴും അമ്മ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മിറയുടെ അച്ഛൻ തിരക്കുന്നു. മിറ ജോലി ചെയ്യുന്ന അതേ സൂപ്പർ മാർക്കറ്റിലാണ് മിറയുടെ അമ്മ ജോലി ചെയ്യുന്നതെന്ന് സഹോദരൻ പറയുന്നു. മിറയ്ക്ക് അമ്മയെ ജോലിക്ക് വിടാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ അമ്മയാണ് നിർബന്ധം പിടിച്ച് അവിടെ ആ ജോലിക്ക് കയറിയത് എന്ന് മിറയുടെ സഹോദരൻ പറയുന്നു. മിറയ്ക്ക് ഈ ജോലി ഇഷ്ടമാണോ, മിറയ്ക്ക് എന്തെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് അച്ഛൻ തിരക്കുന്നു. എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്നു ആ ഒരു സമയം കൂടെ അവൾ പൈസ ഉണ്ടാക്കാനേ നോക്കുന്നുള്ളൂ എന്നു അനിയൻ പറയുന്നു. മിറയ്ക്ക് ഒരിക്കലും ബോയ് ഫ്രണ്ട് കിട്ടില്ല എന്നും പറഞ്ഞ് അനിയനും മിറയും വെറ്റുവെച്ചതായും അനിയൻ പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ നിന്നത്, വേറെങ്ങോട്ടും പോവാതെ എന്ന് അച്ഛൻ തിരക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ തങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചത് എന്ന് മിറയുടെ സഹോദരൻ മറുപടി നൽകുന്നു. മിറയും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയതെന്ന് സഹോദരൻ പറയുന്നു. അച്ഛൻ തന്റെ കാർഡ് എടുത്തു കൊടുത്ത് കടയിൽ പോയി ഏറ്റവും വിലപിടിപ്പുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ് തന്നെ നെയ്ബേഴ്സിനെല്ലാം മേടിച്ചു കൊടുക്കാൻ മിറയുടെ സഹോദരനോട് പറയുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് മിറയുടെ സഹോദരൻ തങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ ലാൻഡ് ലോർഡിനെ കാണുന്നത്. അയാൾ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു. മിറയുടെ സഹോദരനെ കണ്ട അയാൾ നീ ഒരുപാട് അങ്ങ് വളർന്നു പോയെന്ന്, ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റോറന്റിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴും അയാൾ ആ റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടോ എന്ന് മിറയുടെ സഹോദരൻ ചിന്തിക്കുന്നു. എന്താണ് കാര്യമെന്ന് ജിൻ തിരക്കുന്നു. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് മിറയുടെ സഹോദരൻ പറയുന്നത്. അവർ കുറച്ചു നാൾ വാടകയ്ക്ക് അയാളുടെ വീട്ടിൽ താമസിച്ചിരുന്നു. അയാൾ വളരെ മോശമായിട്ടായിരുന്നു മിറയുടെ അമ്മയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അയാളുടെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് മിറയുടെ അമ്മ വിളിക്കുകയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് മിറയുടെ സഹോദരൻ ജിന്നിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് എന്തൊക്കെയോ പ്ലാൻ ഇട്ട് നിൽക്കുകയാണ് ജിൻ. അങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുന്ന ജിന്നിനെയാണ് പിന്നീട് കാണിക്കുന്നത്. ജിന്നിന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ തന്നെ സുന്ദരി ആന്റി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും തന്നെ സംസാരിക്കാനില്ല, പ്രത്യേകിച്ച് മിറയുടെ ഒക്കെ അമ്മയോട്. നമ്മൾ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് സുന്ദരി ആന്റി തിരിഞ്ഞു നടക്കുന്നു. നിന്റെ ഹെൽത്ത് എങ്ങനെയൊക്കെയുണ്ടെന്ന് ജിൻ തിരക്കുന്നു. എന്നാൽ അതിനൊരു മറുപടി നൽകാതെ ആന്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നു. ഇവരെന്തിനെ കുറിച്ച് സംസാരിച്ചതെന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നില്ല. വരുന്ന എപ്പിസോഡിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ ഓഫീസാണ്. സിഇഒന്റെ മകൻ ആരാണെന്ന് ചോദിച്ച് കോളേജ് മിറയെ ശല്യം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതായിരുന്നല്ലോ ലിഫ്റ്റിൽ വെച്ച് മിറ സിഇഒന്റെ മകനെ കാണുന്നത്. എന്നാൽ പുറകെ വന്ന കോളീഗ് സിഇഒന്റെ മകനെ കണ്ടില്ലായിരുന്നല്ലോ. ആ മകൻ ആരാണെന്ന് ചോദിച്ചാണ് കോളീഗ് മിറയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊരു മറുപടി നൽകാതെ മിറ ഓഫീസിൽ നിന്നിറങ്ങുന്നു. കമ്പനിയിൽ നിന്നിറങ്ങിയ മിറ ജെയെ കാണുന്നു. ഒന്ന് സംസാരിക്കണമെന്ന് ജെ പറയുമ്പോൾ എന്നാ ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് മിറ പറയുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജെ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ തന്നോട് അതൊന്നും
പറയണ്ട എന്നും സിഇഒന്റെ ഫാമിലി കാര്യമൊന്നും തന്നോട് ചർച്ച ചെയ്യണ്ട എന്നും മിറ ജയനോട് പറയുന്നു. നമ്മുടെ രണ്ടുപേരുടെ രഹസ്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നും അതുകൊണ്ട് ഇനി അത് മറ്റൊരാളോട് പറയുമെന്ന് നമുക്ക് പേടി വേണ്ട എന്ന് പറഞ്ഞ് മിറ ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ജയ്ക്ക് ഒരു സമാധാനമായത്. രണ്ടുപേരും ഫുഡ് കഴിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് പുതിയ ഡൈനിങ് ടേബിൾ മേടിച്ചുകൊണ്ട് വരുന്ന മിറയാണ്. മിറ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിൽ പല സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഫ്രിഡ്ജ്, എയർ ഫ്രയർ, മസാജർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. അതും അച്ഛന്റെ ക്രെഡിറ്റ് കാർഡിന് മിറയുടെ സഹോദരനാണ് ഇതെല്ലാം മേടിച്ചത്. തന്നെ ഇതെല്ലാം റിട്ടേൺ അയക്കണമെന്ന് മിറയുടെ അമ്മ മിറയുടെ സഹോദരനോട് പറയുന്നു. അമ്മയും മിറയും കൂടി ഡൈനിങ് ടേബിൾ റെഡിയാക്കുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡൈനിങ് ടേബിൾ ഫിക്സ് ചെയ്തത്. ഈ ഡൈനിങ് ടേബിളിന് എന്തിനാ 4 ചെയർ എന്ന് മിറ തിരക്കുന്നു. അതിന്റെ കാര്യമില്ല, 3 എണ്ണം മതി എന്ന് പറഞ്ഞ് ഒരെണ്ണം മാറ്റുന്നു. എന്നിട്ട് അവർ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നു. തനിക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ 4 ഡോറുള്ള ഫ്രിഡ്ജ് മേടിച്ചു തരാമെന്ന് മിറയുടെ അമ്മയോട് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ വില്ലെ താമസിക്കുന്നവരൊക്കെ താഴെ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജിൻ എല്ലാവർക്കും റൈസ് കേക്ക് കൊടുത്തു വിട്ടില്ലായിരുന്നു, അതാരും തിന്നില്ല എന്നായിരുന്നു അവർ സംസാരിച്ചത്. എന്നാൽ നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് മാത്രം അത് തിന്നു എന്നും തനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നും ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറയുന്നു. ജിൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും നമ്മൾ വെറുതെയാണ് ജിന്നിനെ സംശയിക്കുന്നതെന്നും കൊച്ചുപയ്യൻ പറയുന്നു. ആ സമയത്താണ് കൊച്ചുപയ്യന് ഒരു കോൾ വരുന്നത്. ജിൻ കഴിഞ്ഞ ദിവസം ആരെയോ അടിച്ചിരുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു കൊച്ചുപയ്യന് കോൾ വന്നത്. അത് കേട്ട് എല്ലാവരും ഭയക്കുന്നു. നമ്മുടെ ജീവൻ ആപത്താണെന്നും അയാൾ ഒരു ഡേഞ്ചറായ മനുഷ്യനാണെന്നും അവർ പറയുന്നു. ഇതെല്ലാം രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ മിറ പുറകിൽ നിന്ന് കേൾക്കുന്നു. ജിൻ ഒരു ക്രിമിനൽ ആയിരിക്കും. ഒരുപക്ഷെ ജിൻ മിറയുടെ അമ്മയൊക്കെ അടിച്ചു കാണും. അതുകൊണ്ടായിരിക്കും മിറയുടെ അമ്മ അയാളെ ഡൈവോഴ്സ് ചെയ്തതെന്നും പാവം മിറയ്ക്കും സഹോദരനും മിറയുടെ അമ്മയ്ക്കും ഈ അവസ്ഥ വന്നല്ലോ എന്ന് അവർ പറയുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് J+ സൂപ്പർ മാർക്കറ്റ് ആണ്. ഗ്രാൻഡ്മ അവിടെ സാധനം മേടിക്കാൻ വന്നിരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ഗ്രാൻഡ്മയെ ആരോ വിളിച്ച് ജിൻ അടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗ്രാൻഡ്മ നേരെ ചെന്ന് മിറയുടെ അമ്മയോട് ചൂടാവുന്നു. ജിന്നാണ് ഓണർ അപ്പൂപ്പന്റെ മുറിയിൽ തീ വെച്ചതെന്നു തനിക്ക് പേടിയാണ് തന്റെ കൊച്ചുമകന്റെ കൂടെ ആ വില്ലയിൽ താമസിക്കാൻ എന്ന് ഗ്രാൻഡ്മ പറയുന്നു. എനിക്കറിയില്ല നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെ മിറയുടെ അമ്മ ചോദിക്കുമ്പോൾ ജിന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഇങ്ങനെയുള്ളവരുടെ കൂടെ ഞങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഗ്രാൻഡ്മ മിറയുടെ അമ്മയോട് ചോദിച്ച് ചൂടാവുന്നു. ജിന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജിൻ പെട്ടെന്ന് വന്ന് ഗ്രാൻഡ്മയെ മാറ്റാൻ ശ്രമിക്കുന്നു. പുറത്തു പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ജിൻ ഗ്രാൻഡ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നു. എന്നാൽ ഗ്രാൻഡ്മ പേടിച്ച് പോലീസിനെ വിളിക്കുക, ഇയാൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മിറ അങ്ങോട്ടേക്ക് വരുന്നു. മിറ ജിന്നിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ച് എന്തിനാണ് എന്റെ അമ്മയോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് മിറ ദേഷ്യപ്പെടുന്നു. എന്നാൽ സ്ട്രേഞ്ചറിനെ കുറിച്ചല്ലെന്നും മിറയുടെ അച്ഛനെ കുറിച്ചാണ് തിരക്കിയതെന്നും പറയുന്നു. എന്നാൽ അയാൾ ഞങ്ങൾക്ക് സ്ട്രേഞ്ചർ ആണെന്നും ബിസിനസ് തടസ്സപ്പെടുത്തിയതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് ഗ്രാൻഡ്മയോട് മിറ പറയുന്നു. അടുത്ത സീനിൽ മിറയുടെ സീനിയർ മിറയെ വിളിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മിറയ്ക്ക് ഇവിടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സീനിയർ വഴക്ക് പറയുന്നു. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മിറ സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന ജിന്നിനെയാണ്. ഓണർ അപ്പൂപ്പന്റെ മരണം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ജിൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. എന്നാൽ ജിന്നിനെ ഫോളോ ചെയ്ത് നമ്മുടെ കണ്ണാടി അങ്കിളും അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ 2 മണിക്കൂറായിട്ടും ജിൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ല എന്നും പറഞ്ഞു കണ്ണാടി അങ്കിൾ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ തന്നെയായിരുന്നു ജിൻ പുറത്തേക്ക് ഇറങ്ങിയതും. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞു പോലീസുകാരൻ ജിന്നിനെ പറഞ്ഞയക്കുന്നു. ആ സമയത്താണ് പുറത്തു നിന്ന കണ്ണാടി അങ്കിളിനെ ജിൻ കാണുന്നത്. ജിൻ പെട്ടെന്ന് തന്നെ കണ്ണാടി അങ്കിളിന്റെ അടുത്തേക്ക് എത്തുന്നു. ജിന്നിന് മനസ്സിലായി കണ്ണാടി അങ്കിൾ തന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയതാണെന്ന്. പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഒത്തുചേരാൻ കണ്ണാടി അങ്കിളിനോട് ജിൻ പറയുന്നു. അങ്ങനെ ജിന്നിനെ സംശയിക്കുന്ന എല്ലാവരും കൂടെ കൊച്ചു പയ്യന്റെ കടയിലേക്ക് എത്തുന്നു. കാര്യം പറഞ്ഞ് നമ്മുടെ മിറയുടെ സഹോദരനും എത്തിയിരുന്നു. കണ്ണാടി അങ്കിൾ ഫോളോ ചെയ്ത കാര്യം പറഞ്ഞ് കണ്ണാടി അങ്കിളിനെ ജിൻ എന്തെങ്കിലും ചെയ്യുമോ എന്നോർത്ത് കണ്ണാടി അങ്കിളിന്റെ ഭാര്യ ഭയപ്പെടുന്നു. അപ്പോഴേക്കും കണ്ണാടി അങ്കിളും ജിന്നും കൂടെ കൊച്ചു പയ്യന്റെ കടയിലേക്ക് എത്തി. എല്ലാവരോടുമായിട്ട് ജിൻ സംസാരിക്കുന്നു. ഓണർ അപ്പൂപ്പൻ മരിച്ചതിന്റെ തലേന്ന് താനും ഓണർ അപ്പൂപ്പനും കണ്ട് സംസാരിച്ചിരുന്നു. അത് സത്യം തന്നെയാണ്. എന്നാൽ ഓണർ അപ്പൂപ്പന്റെ മരണശേഷം താനും ഓണർ അപ്പൂപ്പനും കണ്ട് സംസാരിച്ച കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയായിരുന്നു ജിൻ ചെയ്തത്. അതായിരുന്നു അന്ന് ഗ്രാൻഡ്മ കണ്ടത്. എന്താണ് സംസാരിച്ചതെന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് തിരക്കുന്നു. തനിക്ക് ആ വില്ല വിൽക്കുന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചതെന്ന് ജിൻ പറയുന്നു. ഞാൻ എന്തിനാണ് ആ വില്ല തന്നെ മേടിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ എന്ന് ജിൻ തിരക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ജിൻ തന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ആ വില്ല മേടിച്ചതെന്ന്. പിന്നെ താൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത് നിങ്ങളുടെ എല്ലാ സംശയം കാരണം ഓണർ അപ്പൂപ്പന്റെ മരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാരോട് പറയാനാണ് താൻ ഇന്ന് പോയതെന്നും. എന്നാൽ പോലീസുകാർ ഇപ്പോൾ കുറച്ച് ബിസി ആണെന്നും ജിൻ പറയുന്നു. എല്ലാവർക്കും ഒരുമാതിരി ജിന്നിനെ വിശ്വാസമായി തുടങ്ങി. ജിൻ കൊച്ചു പയ്യനോട് ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ കൊച്ചു പയ്യൻ ജിന്നിനെ മാത്രമാണ് കൊണ്ടുവന്നത്. നീ എന്താ കളിക്കുവാണോ? എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുന്നു. അതിന്റെ ബില്ല് താൻ തന്നെ അടച്ചോളാം എന്ന് പറഞ്ഞ് ജിൻ തന്റെ കാർഡ് എടുക്കുന്നു. ആ കാര്യത്തിൽ എല്ലാവരും ഫ്ലാറ്റ് ആവുന്നു. എല്ലാവരും ജിന്നിനെ ഇപ്പൊ വിശ്വസിച്ചു തുടങ്ങി. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചു. ഓഫീസിൽ ഇരുന്ന മിറയ്ക്ക് ജിൻ ഒരു മെസ്സേജ് അയക്കുന്നു. പോവാൻ തനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത്. ജിൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് മിറയ്ക്ക് മനസ്സിലായി. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ വില്യയിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ജിന്നിനെ വിശ്വസിച്ചു തുടങ്ങി. പക്ഷെ ഇതുവരെയായിട്ടും നമ്മുടെ
നമ്മുടെ ഓണർ അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ നമ്മുടെ സുന്ദരി ആന്റിയും ജിന്നും തമ്മിൽ എന്തൊരു ബന്ധമില്ലേ, അതെന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ സിഇഒയും ജയും തമ്മിലുള്ളത്, ജയ് എന്തിനാണ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത്, മിറയും ജയും തമ്മിൽ ഇനി എങ്ങനെയാണ് അടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാം. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.